തീർത്ഥാടനത്തിൽ പോണ അമ്മയെ കാണാനുള്ള ഉത്സാഹമൊന്നുമല്ല. ഇതിൽ വേറെ എന്തോ കൊനിഷ്ടുണ്ട് ഇല്ലേന്ദ്രപ്പ? അതെ. ഏയ് ഒന്നുമില്ല. എല്ലാ കൊല്ലവും തീർത്ഥാടനത്തിന് പുറപ്പെടുമ്പോ യാത്ര അയക്കാൻ ഞാൻ ഉണ്ടാവണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. പക്ഷെ സാറിന്റെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സ്മെല്ല് അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു വരുന്നവരെ ഡോക്ടർ സുശീലിനാണ് ചാർജ്. അയ്യോ വേണ്ട, ഈ ജന്മം എനിക്ക് ഡോക്ടർ ആവണ്ട. സസ്പെൻഷൻ പിൻവലിച്ചത് തന്നെ സാറിന്റെ നല്ല മനസ്സ്. ട്രെയിൻ പോകുന്നതിന് മുമ്പ് സാറ് വന്ന് കേറിയട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉടനെ തന്നെ ഞാൻ തിരിച്ചെത്തും. ഓക്കെ? ഇനി അവൻ ഈ നാട്ടിൽ എത്തരുത്, കൊന്നേക്ക്. എന്തായാലും നിന്റെ ആഗ്രഹം നിറവേറിയല്ലോ. അമ്മയ്ക്ക് അത് മതി. ദാ ഫ്ലാറ്റിന്റെ ചാവി. നീ പോകുമ്പോ പൂട്ടി വാച്ച്മാനെ ഏൽപ്പിച്ചാ മതി. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അമ്മയെ ഞാനൊന്ന് കൊണ്ടുപോകും അവളെ കാണിക്കാൻ. അതിനെന്താ, അമ്മ വരാലോ. എല്ലാ അമ്പലങ്ങളിലും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. ഇവിടെ നിർത്തിക്കോ. എത്രയായി? 10 രൂപയായി സാറേ. ഒരു സെക്കൻഡ്. രക്ഷപ്പെട്ടോ സാറേ? നോക്കാം. ശത്രുവല്ല, രക്ഷിക്കണം. ഞാൻ കുഴപ്പത്തില്ല. വേഗം കേറിക്കോ. ആരാ? ഞാൻ ഹരീന്ദ്രൻ. ഹരീന്ദ്രന്റെ പെണ്ണായത്. ഹരീന്ദ്രന്റെ മാത്രം പെണ്ണ്. രക്ഷിച്ചതിന് നന്ദി. ശ്രമം പാളി അല്ലേ? ജാമ്യത്തിലിറങ്ങിയതും പൂജപ്പുര ജയിൽ വളപ്പിൽ വെച്ച് തന്നെ തീർക്കണമായിരുന്നു. ചെമ്പട്ടിൽ പൊതിഞ്ഞ അവന്റെ ജഡമായിരുന്നു ഈ നാട്ടിലെത്തേണ്ടിയിരുന്നത്. കയ്യിൽ കുടുങ്ങിയതാ, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. കോറോത്ത് രാഘവന്റെ കുരുതി കോഴിയ. അവൻ അടങ്ങിയിരിക്കില്ല. ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും, സൂക്ഷിക്കണം. ഹരീന്ദ്രന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ഥലത്തിലേതായി പോയി. നരനായിക്കൾ അവന്റെ ജീവന് വേണ്ടി കൊലവിളി നടത്തിയപ്പോ എവിടെയായിരുന്നു നീയൊക്കെ? ഇപ്പൊ ഞാൻ ഈ കുപ്പായിട്ട് ഞെളിഞ്ഞേക്കുന്നത് അവൻ ചെയ്ത ത്യാഗ. അന്നാ ശശിധരന്റെ കൊലക്കുറ്റം അവൻ ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കോറോത്ത് തറവാട്ടിലേക്ക് ഒരു MLA ഉണ്ടാവില്ലായിരുന്നു. ഏതവനായാലും നേരിട്ട് വെട്ടിത്തീർത്താണത്വം കാണിക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിൽ ഒളിപ്പോര് നടത്തിയല്ല. ശത്രു വേറെ ആരുമില്ല, അവൻ തന്നെയാ. സ്വന്തം നാട്ടിൽ വെച്ച് ഹരീന്ദ്രന്റെ രോമത്തെ പോലും സ്പർശിക്കാൻ പറ്റില്ലെന്ന് ഭരതൻ അറിയാം. അതുകൊണ്ട് ആ തെണ്ടി തട്ടകം മാറ്റി ചവിട്ടിയതാ. എന്തായാലും ചേട്ടന്റെ രക്തസാക്ഷിത്വം ഒന്ന് കഴിഞ്ഞോട്ടെ. ചക്കരക്കല്ല് ഇറങ്ങാനാവുണ്ടോ? ഹലോ ടിക്കറ്റ്.
ഏത് വകുപ്പില്? ഓഹോ, ഡ്യൂട്ടിയിലിരിക്കുന്ന അനന്തം പോലീസിനോട് വകുപ്പ് ചോദിക്കാൻ മാത്രം ആളായോ താൻ? നാട്ടിൽ നിയമം നടപ്പാക്കാൻ 24 മണിക്കൂറും ഈ ഉടുപ്പ് വിട്ട് ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥനാ. വകുപ്പ് ഞാൻ പറയണോ? ഏത് വകുപ്പായാലും ശരി, യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം. ചേട്ടാ, തർക്കം വേണ്ട. ഈ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. വേണ്ട, അനന്തം പോലീസിന് ആളുടെ ഔദാര്യം ആവശ്യമില്ല. ഒരു നിയമപാലകന്റെ അവകാശമായത്. ഞാൻ ഇതിൽ തന്നെ യാത്ര ചെയ്യും. വെറ്ററിനറി ഡോക്ടർ? അതെ. എവിടുന്ന്? നാട്ടിൽ നിന്ന് വരിക. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാ ഓട്ടോ സ്ട്രൈക്ക് ആണെന്ന് അറിഞ്ഞത്. ഇതല്ലേ വർഗം. ഒരു ഇന്റലിജൻസ് മെസ്സേജ് ഉണ്ട്. ഏതു നിമിഷവും അവർ ഈ നാട്ടിലെത്തും. എനിക്ക് ബസ് സ്റ്റാൻഡ് ഒന്ന് സെർച്ച് ചെയ്യണം. അങ്ങോട്ട് പോവാ. മെസ്സേജ്. ഹലോ, അനന്തം പോലീസ് സ്പീക്കിംഗ്. എല്ലാ ബസ്സും അരിച്ചു പറക്കണം. പെർമിഷൻ ഇല്ലാതെ ഒരു ബസ്സും സ്റ്റാൻഡിൽ കയറാൻ അനുവദിക്കരുത്. ഓവർ. അതെ, വട്ട് കേസാ. അയാൾ തെരഞ്ഞെടുക്കുന്നത് സ്വന്തം മോനെ തന്നെയാ. അവൻ ജയിലിൽ നീ നാട്ടിലെത്തി കഴിഞ്ഞു. ആരാ? ഹരീന്ദ്രൻ. ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൈ സഹായിക്കുക, നേടൽ കൊണ്ട് നേടുന്നേക്കാൻ ഒരു കൈ സഹായിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒച്ചിറ വേലി കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക്. നീ വീണ്ടും വന്നല്ലേ? മൃഗവൈദ്യ, ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തില. ഒന്നുകിൽ നിനക്കൊരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കൊരു ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി. ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദൈവം തീരുമാനിച്ച് വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി ബോംബ് പൊട്ടി. ഹരീന്ദ്രന്റെ കൈകൊണ്ട് അവന്റെ കഥ തീർന്ന്. കുട്ടാ, ഓടല്ലേ. ആരിക്കാല ഒന്ന് നിന്നേ. നിന്റെ വിത്തുകളെ കൊണ്ട് തന്നെ കുത്തി കൊല്ലിക്കാനല്ലേ? അല്ല, ഈ നാട് ഞെട്ടിക്കുന്ന സത്യം പറയാനാ. നിന്റെ അമ്മണിക്കുട്ടിക്ക് ഏത് ടൈപ്പ് കുഞ്ഞു വേണമെന്നാ പറഞ്ഞത്? അമേരിക്ക, ചൈന, ജപ്പാൻ, പത്തനംതിട്ട, ഏതാ? എന്നെ കൂടെ കൊണ്ടുപോ. നീ ഓടി ഒന്ന് വിട്ടോ. വിത്തുകളെ ഉന്നം വെച്ചിരിക്കുന്ന എത്തമ്മയാടാ. പണ്ടേ അവനൊരു കണ്ണുള്ളതാ. വീടനെ ഉറപ്പാ. നീ എന്തിനാണ് എത്ര സ്പീഡാ പോകുന്നത്? കാല രത്നമ്മയുടെ പുറകെ പോയി. ബ്രേക്ക് ഞാൻ എപ്പോഴേ പിടിച്ചേനെ. അപ്പം ബ്രേക്ക് ഇല്ലേ? നിർത്ത്. ഇത്ര സ്പീഡിൽ എങ്ങോട്ടേക്കാ? ആ കരിങ്കണ്ണ വേലുവിന്റെ കാളയിട്ട് ഓടിക്കുവാ. ആണോ? മാറി ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിൽ വെച്ച് സൈക്കിളോട്ട് പഠിക്കാറാ. അയ്യേ, സ്റ്റാൻഡിൽ ഇറക്കിയില്ലേ? ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ. അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ടവൻ ചത്ത്. ഇതെന്തിനാ? ഇത് നിനക്കുള്ളതാ. എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന് ഇനി വൈദ്യനില്ലാത്ത ആശുപത്രിയില്ലേ തവിട്ട് ഡോക്ടർ ഞാൻ. ഓ, ഇവന് കിട്ടിയിട്ടില്ലേ? മതിയാ. ഇത് ഗൗതം. ഇവനാണ് എന്നെ രക്ഷിച്ചത്. ഇവിടുത്തെ വെറ്റിനറി ഡോക്ടറാ. അറിയാം. ആള് നമ്മുടെ അനുഭാവിയാ. ഇടം മിടുക്ക. അതെന്താ താൻ അന്നേ പറയാതിരുന്നത്? ബ്രഹ്മാവിന്റെ ആയുസ ഹരീന്ദ്രന്. അതുകൊണ്ടല്ലേ അന്യനാടായിട്ടും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഒരാള് തന്നെ തുണയായിട്ട് അവിടെ എത്തിയത്. ഞാൻ എന്ത് സഹായമാ ഇതിന് പ്രതിഫലമായിട്ട് നിനക്ക് ചെയ്യേണ്ടത്? ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ട്രാൻസ്ഫർ പറഞ്ഞോളൂ. ചെറിയ പ്ലീസ്. പകരം ചെയ്യേണ്ടവൻ ഞാനല്ലേ. തൽക്കാലം കുറച്ചുനാൾ ഇവൻ ഇവിടെ നിൽക്കട്ടെ, എന്റെ ഫ്രണ്ടായിട്ട്. എപ്പോ ട്രാൻസ്ഫർ ആണോന്ന് ഹരീന്ദ്രൻ തീരുമാനിക്കും. വാടാ. വാടി ഇവിടെ. ലുക്ക്, ഇതെന്റെ ഭൂമിക. ആരോമലാൾ, പ്രേയസി, കാമുകി എന്നൊക്കെ പറയും. പക്ഷേ ഹരീന്ദ്രൻ പറയും എന്റെ മണവാട്ടിയെന്ന്.
കം, ഇത് ഡോക്ടർ ഗൗതം, എനിക്ക് റീബർത്ത് തന്നവൻ. ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥന കൊണ്ടാവാം. ചിലപ്പോ താൻ കരുതും എന്നെപ്പോലൊരു മുരടനെ ഈ സുന്ദരി പെണ്ണ എങ്ങനെ ഇഷ്ടപ്പെട്ടു. അതാണ് ഹരീന്ദ്രൻ, അതാണ് എന്റെ ഭൂമിക. ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ നിറം ചുവപ്പാണ്, രക്തചുവപ്പ്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ തറവാടിന് വേണ്ടി, എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് സജീവമായി എന്തിനും മുന്നേറി നിൽക്കുന്ന നമ്മുടെ ഈ ഹരീന്ദ്രന് ഈ കുടുംബത്തിന്റെ എല്ലാമായി എന്റെ ജ്യേഷ്ഠന്റെ മകൾ ഭൂമിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ചേട്ടന്റെ രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് നമ്മുടെ മുതിർന്ന നേതാവ് നമ്പ്യാർ സാറിന്റെ സാന്നിധ്യത്തിൽ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നതാണ്. ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ നിങ്ങളുടെ കാള? കാളയുടെ ഒരു യോഗേ. കാളയോഗം അവൻ ഉപദ്രവിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെയും പോയാ? കണ്ടില്ലേ നാശം? ഇപ്പോഴും അവിടെ നിന്ന് സ്വീകരിക്കുക. അമ്പട കള്ള കാര്യം ഒപ്പിച്ചല്ലേ? ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ല അല്ലേ? സാറ് ചാവാത്ത സ്ഥിതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോ? അവൻ കൊടുത്തേക്ക്. എന്താ നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ എന്താണ് ഇവന് കൊടുത്തതാ. ഇവ പണ്ടേ ഇങ്ങനെ വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കത്തില്ല. വൃത്തികെട്ടവൻ. എന്താ ഇത്? ഞാനിപ്പൊ തിരിച്ചു കൊടുത്തു തുടങ്ങി. അവൻ ഇത്ര പെട്ടതും നന്നായ. രക്തസാക്ഷി ദിനത്തിന് 2 ആഴ്ച പോലും ബാക്കിയില്ല. കലാകായിക മത്സരങ്ങളിൽ നമ്മുടെ എല്ലാ ക്ലബ്ബുകാരെയും സജീവമായി പങ്കെടുപ്പിച്ചിരിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ അല്ല, അറിയാലോ. ഇത്തവണ മോളുടെ കല്യാണം വന്നു തന്നെ. ശരി, അപ്പൊ അങ്ങനെ ശരി. കാലത്തെ മുതൽ ചൊറണാൻ തുടങ്ങിയതാണല്ലോ എന്ന് പറഞ്ഞ ഇതിപ്പോ ചില്ലറപ്പെട്ട പണിയാന്ന്. ഹരീന്ദ്രൻ അകത്തുണ്ട്. അല്ല ജോസേട്ടാ, ഇങ്ങനെ അതെ, എന്തു തന്നെയായാലും കല്യാണത്തിന്റെ അന്ന് കേരളത്തിലെ എല്ലാ ജയിലുകളിലും നമ്മുടെ പാർട്ടിക്കാർക്ക് ഗംഭീരമായിട്ടൊരു സംഖ്യ കൊടുക്കണം. അല്ല, കല്യാണം കഴിഞ്ഞാലും നമ്മുടെ മണവാളം പൊറുക്കേണ്ടത് അവിടെയാണല്ലോ. ഏത് പാട്. എല്ലാം അറിഞ്ഞല്ലോ. അറിഞ്ഞു. നിന്നെ കാണാൻ തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് വേണ്ടി മരിക്കാനല്ലാതെ ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നിൽ നിനക്ക് വിശ്വാസമുണ്ടോ? എന്നേക്കാൾ. എങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. എടുത്തുചാട്ടമല്ല, ആത്മനിയന്ത്രണമാണ് ഇപ്പൊ നമുക്ക് ആവശ്യം. വിവാഹത്തിന് ഇനിയും ദിവസമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു മാർഗം ദൈവം നമുക്ക് തുറന്നു തരും. അതുവരെ നമ്മൾ തമ്മിൽ ഒരടുപ്പവും പാടില്ല. അറിയാലോ, മഷിയിട്ട് നോക്കുന്ന പരിവാരങ്ങളാ ചുറ്റും. വാക്കുകൊണ്ടല്ല, വാളുകൊണ്ടേ അവർക്ക് സംസാരിക്കാൻ അറിയും. അതുകൊണ്ട് ഒരു സംശയത്തിനും നമ്മൾ ഇടവരുത്തരുത്. നോക്ക്, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ സന്തോഷത്തോടെ വേണം ഇനി നിന്നെ കാണാൻ. അയ്യോ അച്ഛമ്മ, ഇതോടിപ്പിക്കോ. മരണം പോലെ ഇവിടെ ഒരു ആഘോഷമാ. ഒരിക്കലും എന്റെ മോൾക്ക് ഈ അമ്മയുടെ ഗതി ഉണ്ടാവരുത്. നീ എടുത്ത തീരുമാനം ശരിയാ. ജീവിതകാലം മുഴുവൻ നെഞ്ചിൽ തേയും പേര് ജീവിക്കുന്നതിലും ഭേദം മനസ്സാൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പൊറുക്കുന്നതാ. മതി, ഈ വീട്ടിൽ എന്റെ അമ്മയെങ്കിലും ഉണ്ടല്ലോ എന്നെ അറിയാനും അനുഗ്രഹിക്കാനും. എനിക്കത് മാത്രം മതി.
വിപ്ലവത്തിൽ തന്റെ അത്രയും അറിവും അനുഭവം ഇല്ലെങ്കിലും താൻ വിശ്വസിക്കുന്ന അതേ പ്രസ്ഥാനത്തെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവൻ തന്നെയാണ് ഈ ഞാനും. സ്വന്തം കുടുംബ ബന്ധങ്ങൾ കണ്ടറിയുന്നവന് മാത്രമേ ഒരു നല്ല ജനനേതാവാകാൻ കഴിയൂ. ഏയ് വേണ്ട. ഇല്ല, കേൾക്കണം. അറിയോ, നാട്ടുകാരുടെ മുന്നിൽ ഇപ്പോ അനന്തൻ പോലീസ് ഒരു കോമാളിയാ. ആ വേഷം എന്റെ അച്ഛൻ സ്വയം കെട്ടിയതാ. എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോ ഞാൻ തിരഞ്ഞെടുത്ത വഴി നടക്കാൻ എന്നെ അനുവദിച്ചില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ എന്റെ അമ്മയുടെ മരണം പോലും. നെവർ ലുക്ക് ബാക്ക്. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. തിരനോട്ടമാണ് സഖാക്കളുടേത്. ഇപ്പോഴെന്നല്ല, എല്ലായ്പ്പോഴും. കമ്മിറ്റ്മെന്റ്സിനും സെന്റിമെന്റ്സിനും അവിടെ സ്ഥാനമില്ല. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്!